ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് കോഴിക്കോട് കക്കോടി പൂവത്തൂർ എന്ന സ്ഥലത്താട്ടോ. ഞാൻ ബാബുകാരൻ്റെ ഒരു വീഡിയോ ചെയ്താണ്. ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ബാബുകാരൻ എന്താ ചെയ്യാൻ നോക്കിയിരുന്നു. കാരണം ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണ്. കലം ചട്ടി, അതായത് പുത്തങ്കല മയക്കുക എന്നൊക്കെ പരിപാടി ഉണ്ടല്ലേ ഓണത്തിന്, അതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ചൂളയിലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഇതിപ്പോൾ കലാണ്. ഇതിപ്പോൾ കലത്തിൻ്റെ ഒരു ഇതാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് തച്ച് ഇങ്ങനെ ഇത് കൂട്ടണം. ഇതിപ്പോൾ ഷേപ്പാക്കി എടുക്കണം. പിന്നെന്താ പരിപാടി? ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ചക്കത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇതിന് അടിയും ഇതിങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ ഇതേമാതിരി തട്ടി കൂട്ടണം. ശരി, തട്ടി കൂട്ടിയിട്ട് ഇതൊരു ഷേപ്പ് ഈ കലത്തിൻ്റെ കാണിച്ചിടാം. ഈ രീതിയല്ലേ? ചെയ്യും. അതാ ടച്ച് ചെയ്യുന്നത്. അതാ ടച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ വെള്ളം വെള്ളം ഇടയ്ക്കിടയ്ക്ക് പരമ്പരാഗതമായ ആയുധം ഉപയോഗിക്കുന്നത്. അതെ. ഇത് മരത്തിൻ്റെ ഒരു ഇതാണ്. മരത്തിൻ്റെ തെങ്ങിൻ്റെ കഷ്ണമാണ്. മിനുക്കാൻ ഇത്. ശരി, ഉപകരണങ്ങളുണ്ടല്ലേ. പിന്നെ ഇതൊരു സൈഡും ഇവിടെ ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ചൂടലൊക്കെ വെക്കാളുണ്ട്. ചൂടൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിരക്കിലാണ്. അപ്പം പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അവിടെ ഇതൊക്കെ ചൂടലൊക്കെ വെക്കാളാണോ? അതെ, ചൂടലൊക്കെ വെക്കാളാം. ഇതൊക്കെ ലൈ മിനിക്കതാ? മിനിക്കത് മുകളിലത്തെ മിനിക്കത് ആ റെഡ് കളറിലെ ഇതൊക്കെയോ? അതൊക്കെ വെക്കാനുള്ള. ഇതാ വെക്കാളെ അല്ലേ? അതെ. ഇതാണ് ചൂടലൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ താഴെയുള്ളതൊക്കെയോ? അത് ഒന്നും കൂടി ഫിനിഷ് ചെയ്യും. ഉണങ്ങിയിട്ടൊന്നും മിനുക്കാണ്ട്. ശരിയാ. അത് ചട്ടീൻ്റെ ഒരു ഇതാണ്. അത് രൂപമാണല്ലേ? ചട്ടീൻ്റെ അടിയാണ്. ഇനിയിപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. ഈ ചട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അമ്മച്ചി ഇവിടെ അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലേ? അതിൻ്റെ ഒരു സൈസാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ ഇത്. ഈ ഷേപ്പില്ലേ അത് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് മറ്റേത്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പല്ലേ? ഇനി മൂന്നാമത്താണ് വക്ക് വെക്കുന്നത്. നോക്കിയോണ്ട്. ഓക്കെ, ഇതൊക്കെ വക്ക് വെച്ചാണല്ലേ? ഇതൊക്കെ വക്ക് വെച്ചാണല്ലേ? അത് ചട്ടീൻ്റെ ഇതായി. ഇനിയിപ്പോൾ വക്ക് വെക്കാൻ പോവുകയാണ്. ചട്ടി ഈ രൂപത്തിൽ മെഷീൻ്റെ മുകളിൽ ഉണ്ടാക്കി. അതിനുശേഷം ഇതിനെ ഈ രൂപത്തിലുള്ള ചട്ടിയാണ് അതല്ലേ. അത് കഴിഞ്ഞതാ ഈ ചട്ടിയുടെ രൂപമാറ്റം വരുത്താൻ പോവുകയാണ്. പിടിയൊക്കെ കൊടുക്കാൻ പോവുക അല്ലേ? തേച്ച് പിടിപ്പിക്കില്ല അവിടെ വക്കിലല്ലേ? തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കൂലേ? എന്നിട്ട് ഇങ്ങനെ മണ്ണ് കൊണ്ട് ചുരുട്ടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കൂലേ? ഇതാണ് കൈപ്പിടി. മെഷീൻ വർക്കലല്ലേ? കൈ കൊണ്ടുള്ള വർക്ക്. ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ അതിനെ പരുവപ്പെടുത്തിയെടുക്കും ഈ രൂപത്തിലല്ലേ? ഈ രൂപത്തിൽ. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും? ചൂടൽ വെച്ചിട്ട് ചൂടാക്കും. അതിന് ചൂടൽ വെച്ച് ചുട്ടെടുക്കും അല്ലേ? ഇനി വക്കൊക്കെ കണ്ടില്ലേ? കൈ പിടിക്കാനുള്ള വക്കൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇതൊക്കെ കൈ വർക്കാട്ടോ, കൈ കൊണ്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇതിപ്പോൾ എന്താ ചൂളയല്ലേ? ഇത് ചൂളയാ. അപ്പോൾ ഏകദേശം എത്ര ചട്ടി കൊള്ളിയിൽ? ഇതിലൊരു 100-150 ചെറുതും വലുതും കൂടി 150 കൊള്ളു. എത്ര ദിവസം എടുക്കും? ഇതിപ്പോൾ ഇന്നലെ വെച്ചതാ. ഇന്നലെ വെച്ചാ? ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ കത്തിക്കണല്ലേ? ശരി. ഇങ്ങനെ തന്നെ ഉപയോഗിക്കില്ല? പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്? അതെ. ഓക്കെ. അടിപൊളി. എന്നെടുക്കുക. ഇതിപ്പോൾ ഇനിയിപ്പോൾ ചേരി ഇട്ടിട്ട് കത്തിക്കണം. ഒന്നിച്ച് ഫയർ ചെയ്തിട്ട് അപ്പോൾ നാളെ ഉച്ചയാകുമ്പോൾ എടുക്കൂലേ? ശരി. ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല? ഇല്ല. ഒക്കെ പഴയ സംവിധാനം തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ സാധനം വരുന്നുണ്ടോ? അവിടെ ചിലർ ആ വീടുകളിലെ അടുത്ത് ഉള്ളവരൊക്കെ വന്ന് വാങ്ങും. ഓക്കെ. അപ്പം ബാബുവേട്ടൻ്റെ ഈ കൃത്യമായ ഈ സ്ഥലവും നമ്പറും പറഞ്ഞോളൂ. കോടി പൂവത്തൂർ ക്ഷേത്രം റോഡ്, കിഴക്കടത്ത് വീട്. ഫോൺ നമ്പർ 93 49 92 19 69. കോഴിക്കോട്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഓർഡറൊക്കെ വരാറുണ്ടോ ദൂര സ്ഥലത്തുനിന്ന്? ദൂര സ്ഥലത്തൊക്കെ തന്തൂരി അടുപ്പ്, അങ്ങനെ ഈ ബിരിയാണി മെടുക്കുക, അങ്ങനെ കാനഡയ്ക്കൊക്കെ കയറ്റാനുള്ളതൊക്കെ വരാറുണ്ടല്ലേ? വരാറുണ്ട്. വിദേശത്തൊക്കെ പോകുന്നുണ്ട്? വിദേശത്ത് പോകുന്നുണ്ട്. ഓക്കെ. എക്സിബിഷനൊക്കെ പോലെ ഞങ്ങൾ എക്സിബിഷൻ പോകുന്നുണ്ട്. വിശ്വകർമ്മ ഇതിൻ്റെ അവിടെ ആണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. അതെ. വിശ്വകർമ്മ ഇതിൽ പ്രദർശന വേള അതൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മൺപാത്രത്തിൻ്റെ ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളെ ബാബുവേട്ടനെ ബന്ധപ്പെടാവുന്നുള്ളൂ. ഇത് ഈ ഒരു മൺപാത്രം ഉണ്ടാക്കുന്നത് കൂടി നിങ്ങൾ കണ്ടോളൂ. ഇങ്ങനെ അത് ഉണ്ടാക്കി വിടുമ്പോൾ എന്ത് തോന്നുന്നു മനസ്സിന്? ഒരു കുളിർമ. നമ്മൾ പഠിച്ച തൊഴിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ. കുറേ കാലമല്ലേ ചെയ്യുന്നത്? കുറേ കാലം ഒരു 10-30 കൊല്ലം. ചെറുപ്പത്തിലേ തുടങ്ങിയല്ലേ? ചെറുപ്പത്തിലേ തുടങ്ങി. നെയ്ച്ചട്ടി കേട്ടോ, നെയ്ച്ചട്ടീൻ്റെ പണിയാണ്. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാംശം.